പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഫ്ലാറ്റ് റൂഫ് ആണോ നല്ലത് അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫ് ആണോ നല്ലതെന്ന്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പോൾ ഫ്ലാറ്റ് റൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂഫ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെറസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫ്ലാറ്റ് റൂഫ് വരുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥയ്ക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ മഴയും വെയിലും ഒക്കെ മാറിയും തിരിഞ്ഞ് വരുന്നൊരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ പായൽ പിടിക്കാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വീട് ഇപ്പോൾ പണിഞ്ഞ് ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ ആ ഒരു ലുക്ക് മൊത്തവും ഡള്ളാവാറുണ്ട് പലയിടത്തും. അതിന് മെയിൻ കാരണം ഈ ഒരു കണ്ടംപററി, അതായത് ഒരു ഫ്ലാറ്റ് റൂഫ് ഡിസൈൻ അതിൻ്റെ മെയിൻ കാരണം. അതേസമയം നമ്മുടെ സ്ലോപ്പ് റൂഫിൻ്റെ കാര്യം വരുമ്പോൾ ഈ മഴവെള്ളം ഒരിക്കലും നമ്മുടെ വോളിലേക്ക് ഡയറക്റ്റ് വരില്ല. കാരണം സ്ലോപ്പ് റൂഫിൽ തട്ടിയിട്ട് അതിൻ്റെ ഓഫ്സെറ്റ് വഴി തെറിച്ച് താഴേക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വോളാണെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ ഓവറോൾ എല്ലാ ഭാഗവും കളർ ഡള്ളാവാതെയും അതുപോലെ തന്നെ പായൽ പിടിക്കാതെയൊക്കെ ഇരിക്കും. അത് എപ്പോഴും നമ്മുടെ ആ വീടിനൊരു പുതുമ നമുക്ക് നൽകും. പക്ഷേ റൂഫിൽ വരുന്ന റൂഫ് ടൈൽസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അത് കുറച്ച് കാലം കൂടുമ്പോൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും ഓവറോൾ വീടിൻ്റെ സ്ട്രെങ്തിനെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്നത് എപ്പോഴും നമ്മുടെ സ്ലോപ്പ് റൂഫ് തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഓപ്പൺ ഏരിയ, ടെറസ് ഏരിയ നമുക്ക് സ്ലോപ്പ് റൂഫ് ഡിസൈനിൽ കിട്ടാറില്ല. അപ്പോൾ അവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മിക്സഡ് കണ്ടംപററി ഡിസൈൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫ്രണ്ട് സൈഡൊക്കെ ഒരു സ്ലോപ്പും പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഫ്ലാറ്റ് ഏരിയ ഒക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എപ്പോഴും നല്ലത് സ്ലോപ്പ് റൂഫ് ആണെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. കാരണം അറിയാലോ, നമ്മുടെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ സ്ലോപ്പ് റൂഫ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും.